ഹരി ഓം. 1199 കർക്കിടക മാസം വിട പറയുന്നതോടെ 1200 ആണ്ട് ചിങ്ങമാസം പിറവിയെടുക്കുകയാണ്. പുതുവർഷം നമുക്കേവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിനങ്ങളാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗജാനനം ഭൂതഗണാതിസേവിതം ഭവിദ്ധജംബുവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രീ നാരായണ. ഓണാട്ടുകരയുടെ പരദേവതയായ ചെട്ടികുളങ്ങര അമ്മയുടെയും സർവ അഭീഷ്ട സിദ്ധിദായികയുമായ മലയാളപ്പുഴി അമ്മയുടെ ഐശ്വര്യവും എൻ്റെ ദേശത്തിൻ്റെ ദേശദേവതയായ ശ്രീ ഭുവനേശ്വരി അമ്മയുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുറുഫലങ്ങൾ തുടങ്ങും. ഞാൻ സുനിൽകുമാർ ജി, മാവേലിക്കര, ജ്യോതിഷ മഹോപാധ്യായ പ്രൊഫസർ LS നമ്പൂതിരിയുടെ ശിഷ്യൻ. നമുക്ക് 1200 ആണ്ട് ചിങ്ങമാസം മുതൽ 1200 ആണ്ട് കർക്കിടക മാസം വരെയുള്ള ഈ വർഷത്തെ കൂറുഫലങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആദ്യമായി ഭൂമിയിലെ സർവ ചരാചരങ്ങൾക്കും ബാധിക്കുന്ന വിഷയമാണ് പ്രകൃതിയുടെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ. സൂര്യൻ കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നത് 1199 ആണ്ട് കർക്കിടക മാസം 32 വെള്ളിയാഴ്ച, 2024 ആഗസ്റ്റ് മാസം 16 ഊരാടം നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിൽ ചന്ദ്രൻ നിൽക്കെ ചിങ്ങരവി സംക്രമം നടക്കുകയാണ്. അശ്വതി നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള ഓരോ കൂറുഫലങ്ങളും വിവിധ രീതിയിൽ വ്യക്തികളെ ബാധിക്കുന്നതാണ്. ഭൂമിയിലെ സർവചരാചരങ്ങളും, അതിൽ മനുഷ്യൻ മാത്രമല്ല, സർവചരാചരങ്ങളെന്ന് പറയുമ്പോൾ കടലിലെ കോടാനുകൂടി ജീവജാലങ്ങളും വനത്തിൽ വസിക്കുന്ന പല രീതിയിലുള്ള പല വിധത്തിലുള്ള ജീവജാലങ്ങൾക്കും സസ്യ വൃക്ഷ ലതാദികൾക്കും ഗുണവും ദോഷവും അനുകൂലമായി വരുന്ന ഒരു വർഷമാണ് 1200 ആണ്ട്. പ്രപഞ്ചത്തിൻ്റെ നാഥനായ സൂര്യൻ അത്യുഷ്ണത്തിൽ എത്തുകയും ഭൂമിയിൽ ജലത്തിൻ്റെ തോത് ക്രമാതീതമായി കുറയുകയും കാലാവസ്ഥാ വ്യതിയാനം മൂലം അപകട മരണങ്ങളും ദുരിതങ്ങളുമൊക്കെ വിതയ്ക്കുന്ന ഒരു കാലമാണ് 1200 ആണ്ട്. സർവേശ്വരൻ രോഗദുരിതങ്ങളിൽ നിന്നും മരണഭയത്തിൽ നിന്നും നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 1200 ആണ്ടത്തെ രാശിഫലം നമുക്ക് നോക്കാം. അതിൽ മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക് പൊതുവെ ഈ വർഷം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വർഷമാണ്. അതിൻ്റെ പ്രധാന കാരണം രണ്ടാമിടത്ത് നിൽക്കുന്ന വ്യാഴമാണ്.
കുടുംബം, ധനം, വാക്ക്. കുടുംബസംബന്ധമായ സർവ്വവിധ ഉയർച്ചകളും അശ്വതി, ഭരണി, കാർത്തികക്കാലുകാർക്ക് ഉണ്ടാകുന്നതാണ്. ദശാനാഥൻ, രാശിനാഥൻ, രാശ്യാധിപൻ എന്നീ ഗ്രഹങ്ങളെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മേടക്കൂറുകാരുടെ രാശിയുടെ അധിപനാകുന്ന ചൊവ്വ ഇപ്പോൾ നിൽക്കുന്നത് ചിങ്ങമാസം 6-ാം തീയതി വരെ, അതായത് 1200-ാം ആണ്ട് ചിങ്ങമാസം 6-ാം തീയതി വരെ ചൊവ്വ സ്വക്ഷേത്രത്തിൽ നിന്ന് 2ലേക്ക് നിൽക്കുന്ന സമയമാണ്. അതായത് മേടക്കൂറിൻ്റെ 2ാം ഭാവം ഇടവക്കൂറിൽ വ്യാഴത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ചൊവ്വയെ സംബന്ധിച്ച് ഭൂമികാരകനെ, സഹോദരകാരകനെ, രക്തം, രക്തബന്ധങ്ങൾ ഇതെല്ലാം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സമയമായിരിക്കും ഈ വർഷം. വിദ്യാവിജയം, ജ്ഞാനം, മറ്ററിവുകൾ, വാദ്യോപകരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള സകലവിധ വിജയങ്ങളും, വിവാഹം പല നാളുകളായി മുടങ്ങിക്കിടന്നവർക്ക് വിവാഹത്തിന് പറ്റിയ സമയം കൂടിയാണ് ഈ വർഷം പൊതുവെ. ഭൂമിലാഭം, ധനലാഭം, ഭവന സംബന്ധമായ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ പറ്റുന്ന സമയം, വാഹനലാഭം, ഇതെല്ലാം ഈ വർഷം പൊതുവെ അവർക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. മേടൻ രാശിക്ക് 11ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന ശനിയും മേടൻ രാശിക്ക് 12ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന രാഹുവും ഈ വർഷം മീനമാസത്തോടുകൂടി മാറ്റമുണ്ടാകുന്നതാണ്. രാഹു 12ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുമ്പോൾ നിൽക്കുന്ന രാശി മീനം രാശിയിലാണ്. അവിടെയും സർവേശ്വരനാകുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് കിട്ടുകയും 11ലെ ശനി ഉയർച്ച, ധനലാഭം, സർവ്വവിധ അഭീഷ്ടസിദ്ധികളും ഈ വർഷം വന്നു ഭവിക്കുന്നതാണ്. ഗുണദോഷ സമ്മിശ്രങ്ങളുടെ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വ്യക്തിക്കറിയാൻ പറ്റും. അശ്വതി, ഭരണി, കാർത്തികക്കാൽ പ്രായത്തിനനുസരിച്ച് ഓരോ നക്ഷത്രം 27 നക്ഷത്രം, അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രക്കാർക്കും പ്രായത്തിനനുസരിച്ച് ദശാസന്ധി മാറുന്നുണ്ട്. ജ്യോതിഷ സംബന്ധമായി ഏതെങ്കിലും വ്യക്തിയുടെ അടുക്കൽ പോയി കണ്ട് പ്രശ്നം ചിന്തിക്കുമ്പോൾ ജ്യോതിഷന്മാർ പറയും ദശാസന്ധി ദോഷമെന്ന്. ആ ദശാസന്ധി ദോഷ സമയത്ത് ഇന്ന ഗ്രഹങ്ങൾക്ക് പരിഹാരം ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ്. പൊതുവെ ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുന്ന സമയമായതിനാൽ മഹാവിഷ്ണുപ്രീതിയും ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിക്കുകയും രാശിനാഥനാകുന്ന ചൊവ്വായ്ക്ക് വേണ്ടി ലളിതാസഹസ്രനാമം പാരായണം ചെയ്യുകയും ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്ത് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കേണ്ടതുമാണ്. അടുത്തതായി ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തരയും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ഇടവക്കൂറുകാർക്ക് പൊതുവെ ഈ വർഷം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നൽകാറുള്ളത്. കാരണം ബിംബരാശി എന്ന് പറയും. വ്യാഴം നിൽക്കുന്ന രാശിയെ നമ്മൾ ബിംബമെന്നാണ് പറയാറുള്ളത്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തരയും ഇടവക്കൂറിൽ വരുന്നത് കൊണ്ട് വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ടും പൊതുവെ വ്യാഴമറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൂടാതെ 10ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന ശനി കണ്ടകസ്ഥാനമായതിനാലും സ്വല്പം ഗ്രഹപ്പിഴകൾ വന്നു ഭവിക്കാം. ശനി സ്വക്ഷേത്രമാണെങ്കിൽ പോലും കണ്ടകസ്ഥാനത്ത് നിൽക്കുന്നത് ദോഷകരമാണ്. ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ശനിപ്രീതി വരുത്തുകയും ശനിപ്രീതിക്ക് വേണ്ടി ശാസ്താവിന്
നീരാഞ്ജനം വഴിപാട് ചെയ്ത് അയ്യപ്പന് നെയ്വിളക്ക് കത്തിച്ച് കടുംപായസം എള്ളുപായസം നേദ്യം ചെയ്യുകയും ചെയ്യണം. ഇടവക്കൂറിൻ്റെ 11ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന രാഹു ഇടവക്കൂറിൻ്റെ 10ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന ശനി, ഈ രണ്ട് ഗ്രഹങ്ങളും ദോഷഫലങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത. വ്യാഴം മീനൻ രാശിയിലായതുകൊണ്ട് അല്പസ്വല്പം ഗുണാനുഭവങ്ങളും വന്നു ഭവിക്കാം. സർപ്പപ്രീതി വരുത്തുകയും വെട്ടിക്കോടോ മണ്ണാറശാലയോ തുടങ്ങിയ നാഗക്ഷേത്രങ്ങളിൽ പോയി സർപ്പസൂക്തം പുഷ്പാഞ്ജലി ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. അടുത്ത കൂറ് മിഥുനക്കൂറാണ്. മകയിരത്തരയും തിരുവാതിരയും പുണർത്തിൽ മുക്കാലുമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. മകയിരത്തരയും തിരുവാതിരയും പുണർത്തിൽ മുക്കാലും. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ആരംഭത്തിൽ തന്നെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഈ വർഷം പകുതിയോടുവരെ മാറ്റമില്ലാതെ തുടരുന്നതുമാണ്. 2025 മാർച്ച് മാസത്തോടുകൂടിയേ ശനിയുടെ മാറ്റമുള്ളൂ. അപ്പോൾ ഇടവക്കൂറുകാർക്ക് വ്യാഴം നിൽക്കുന്നത് 12ാം ഭാവാധിപത്യം വഹിച്ചാണ്. 12 എന്ന് പറയുന്നത് വ്യയസ്ഥാനമാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ധനവ്യയം, മാനഹാനി, ശാരീരിക സുഖക്കുറവ്, സർവ്വവിധ തടസ്സങ്ങൾ, വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് വിദ്യാമാന്ദ്യം, വിവാഹ തടസ്സങ്ങൾ, 4ാം ഇടം എന്ന് പറയുമ്പോൾ വീട്, വാഹനം, അപ്പോൾ 4ാം ഇടത്ത് വരുന്ന വീട്, വാഹന തടസ്സങ്ങളെല്ലാം പൊതുവെ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. മിഥുനക്കൂറിൻ്റെ 4ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന കേതു മാതാവ് സുഹൃത് മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ച എന്നാണ് പ്രമാണശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. മാതാവിൻ്റെ വേർപാടോ വാഹന നഷ്ടമോ ഇരിപ്പിടം നഷ്ടപ്പെടാനോ സാധ്യത കാണിക്കുന്നുണ്ട്. മിഥുനക്കൂറുകാർ ദോഷപരിഹാരത്തിനായി ഈ വർഷം അവസാനം വരെയും മാസത്തിൽ ഗണപതി ഭഗവാന് ഗണപതി ഹോമം കഴിക്കുകയും ക്ഷേത്രദർശനം ചെയ്യുകയും ഭാഗവതത്തിലെ പ്രധാന ഭാഗങ്ങൾ, പ്രത്യേകിച്ചും അജാമളമോക്ഷം, പ്രഹ്ലാദസ്തുതി എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുകയും ലളിതാ സഹസ്രനാമം 11 വരിയെങ്കിലും വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അടുത്ത കൂറ് കർക്കിടകക്കൂറാണ്. പുണർത്തിക്കാലും പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. കർക്കിടകക്കൂറുകാർക്ക് 1200-ാം ആണ്ട് പൊതുവെ ഗുണകരമാണ്. സർവാഭീഷ്ടസിദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് കർക്കിടകക്കൂറുകാർക്ക്. കർക്കിടകക്കൂറിൻ്റെ അഷ്ടമാധിപത്യം വഹിച്ച് ശനി നിൽക്കുന്നത് അഷ്ടമശനിയായിട്ട് കാണേണ്ടതുണ്ട്. അഷ്ടമശനി എന്ന് പറയുന്നത് സർവത്ര നാശോ വിപദോ അപവാദോ ഹേതുപ്രദശോ മരണസ്യ ദാസ്യ എന്നാണ്. ശനി അവിടെ കാര്യമായ ദോഷങ്ങൾ വരുത്താറില്ല. കാരണം വ്യാഴം 11ാം ഭാവാധിപത്യം വഹിച്ച് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ കർക്കിടകക്കൂറിൽ വരുന്ന പുണർത്തിക്കാല്, പൂയം, ആയില്യക്കാർക്ക്
ഈ വർഷം ഗുണകരമായ സമയമാണ്. പല രീതിയിലുള്ള ഉയർച്ചകൾ, വിദ്യാർത്ഥികളുടെ കാര്യം തന്നെ എടുത്താൽ കർക്കിടകൻ രാശി വരുന്ന ഈ നക്ഷത്രക്കാർക്ക് വിദ്യാവിജയത്തിന്, ഉന്നതിക്ക്, അഡ്മിഷൻ്റെ കാര്യങ്ങൾക്ക്, വിദേശയോഗത്തിന് എല്ലാ രീതിയിലും അനുകൂലമായൊരു കാലാവസ്ഥയാണ്. പ്രത്യേകിച്ച് കൃഷി ചെയ്ത് ജീവിക്കുന്നവർക്കാണെങ്കിൽ കൃഷിലാഭം, ബാങ്കിൽ നിന്നും വായ്പകൾ, കന്നുകാലി വളർത്തുന്നവർക്ക് കന്നുകാലിയിൽ നിന്നും ലാഭം, ഏത് രീതിയിലും ജലസംഭരണി മൂലം ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ മാറുക, ശുദ്ധജല വിതരണവുമായി ബന്ധപ്പെട്ട് പോകുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സർവ്വവിധ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും വന്നു ഭവിക്കുന്ന ഒരു സമയമാണ് കർക്കിടക കൂറുകാർക്ക്. അതുപോലെ തന്നെ രാഹുവിൻ്റെയും ശനിയുടെയും സഞ്ചാരം, ശനി കുംഭൻ രാശിയിൽ അഷ്ടമാധിപത്യം വഹിച്ച് നിൽക്കുകയാണെങ്കിൽ രാഹു മീനൻ രാശിയിൽ നിൽക്കുന്നത് ഏറ്റവും ഗുണകരമായ ഒരു കാലാവസ്ഥയാണ് കർക്കിടകക്കൂറുകാർക്ക്. കർക്കിടകം രാശിയുടെ അധിപനാകുന്ന ചന്ദ്രൻ മാതാവിൻ്റെ സാന്നിധ്യം പറയുന്നുണ്ട്. അപ്പോൾ മാതൃസ്ഥാന ഭാവത്തു നിന്നും ലാഭങ്ങൾ, ഓഹരി വിപണിയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൽ നിന്നും ധനം, നിക്ഷേപധനം ഇതെല്ലാം വന്നു ഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി പൂയം നക്ഷത്രം ഒഴികെ, അതിൽ പൂയം നക്ഷത്രത്തിന് രാശിയുടെ ജനിച്ചു വീഴുന്ന സമയത്ത് ദശാനാഥനായിട്ടാണ് കാണുന്നത് ശനിയെ. പൂയം നക്ഷത്രക്കാർക്ക്, പൂയം നക്ഷത്രക്കാർ യഥാവിധി ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും അഷ്ടമശനിക്ക് വേണ്ടി മറ്റ് നക്ഷത്രങ്ങൾ പുണർത്തിക്കാലും പൂയം ആയില്യ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, നെയ്വിളക്ക്, തെറ്റിപ്പൂവിൻ്റെ മാല തുടങ്ങിയവ സമർപ്പിച്ച് ദോഷപരിഹാര ശാന്തി വരുത്തേണ്ടതാണ്. എല്ലാ മതസ്ഥർക്കും ബാധകമാണിത്. കാരണം ഈശ്വരൻ സർവചരാചരമായ ഒരു ശക്തിയാണ്, അദൃശ്യ ശക്തിയാണ്. എല്ലാവിധ ദോഷങ്ങൾക്കും നാനാജാതി മതസ്ഥർക്കും ക്ഷേത്രദർശനമോ അവരവർ വിശ്വസിക്കുന്ന ദേവാലയങ്ങളിൽ ശക്തിക്കൊത്ത വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതുമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽ കാലാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ചിങ്ങക്കൂറുകാർക്ക് 10ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന വ്യാഴം കൂറുഫലം ചിന്തിക്കുമ്പോൾ ഏറ്റവും ഗുണകരമായ ഒരു സമയമാണ്. ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യൻ 1200 ആണ്ട് ചിങ്ങമാസം തീരുന്നത് വരെ ചിങ്ങത്തിൽ കാണുകയും വ്യാഴം 10ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് മുൻപുണ്ടായിരുന്നിട്ടുള്ള സകല തടസ്സങ്ങൾക്കും ഒരു ശമനം ഉണ്ടാകുന്ന കാലമാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകസ്ഥാനത്ത് ശനി നിൽപ്പുണ്ട്. ചിങ്ങക്കൂറുകാരുടെ 7ാം ഇടത്ത് നിൽക്കുന്ന ശനിയെക്കൊണ്ട്, സൂര്യൻ്റെ പുത്രനാണ് ശനി, സൂര്യപുത്രനാകുന്ന ശനി 7ാം ഭാവത്തിൽ നിൽക്കുന്ന കണ്ടകശനി ചില്ലറ ദാമ്പത്തിക കലഹങ്ങൾ ഭവനത്തിൽ ഉണ്ടാകുന്നതാണ്. അതായത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ, കുടുംബത്തിൽ ചില്ലറ ദുഃഖങ്ങൾക്ക് ഇതെല്ലാം വഴിയൊരുക്കും. വ്യാഴം ബലവാനായതുകൊണ്ട് ഉദ്യോഗലബ്ധിക്ക് വേണ്ടി കുറേ കാലമായി അലഞ്ഞു തിരിഞ്ഞ് നടന്ന
ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് പോകുന്നതിന് അനുകൂലമായ ഒരു സമയമാണ്. 10ാം ഭാവം എന്ന് പറയുന്നത് കർമ്മം കൂടാണ്, തൊഴിൽ മേഖല, വിദേശയോഗം, വിശേഷിച്ചും യൂറോപ്യൻ രാജ്യങ്ങൾ, മറ്റ് വിദേശ രാജ്യങ്ങൾ, എല്ലാ മേഖലകളിലും കർമ്മഫലം ഉണ്ടാകുന്ന സമയമാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ചിങ്ങമാസം അനുകൂലമായൊരു സമയം കൂടിയാണ്. പ്രൊമോഷൻ, മറ്റ് ഉദ്യോഗലബ്ധി, സ്ഥലമാറ്റം, ഉദ്ദിഷ്ടകാര്യലബ്ധി ഇവ ഈ ചിങ്ങം മാസത്തിൽ അനുഭവിക്കുകയും വർഷത്തിൻ്റെ പകുതി ഭാഗം വരെയും ഉയർച്ചയുടെയും സമയമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ബുധനെക്കൊണ്ടും നമ്മൾ ചിന്തിക്കണം. ബുധൻ്റെ രാശിമാറ്റം അനുസരിച്ച് വിദ്യാഗുണവും അറിവും ജ്ഞാനവുമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ്. വിദ്യാതടസ്സം മാറുന്നതിന് വേണ്ടി ഈ കൂറുകാർ സരസ്വതി ക്ഷേത്രത്തിൽ ബുധനാഴ്ച തോറും സാരസ്വത പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് വിദ്യാരാജഗോപാലം കൊണ്ട് അർച്ചന ചെയ്യുക. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അര ഇത്രയും നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത്. ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അര. ഗോചരം കൊണ്ട് ചിന്തിക്കുമ്പോൾ കന്നിരാശിയിൽ കേതുവും 7ാം ഭാവാധിപത്യം വഹിച്ച് രാഹുവും നിൽക്കുന്ന സമയമാണ്. വ്യാഴം, സർവേശ്വരനാകുന്ന വ്യാഴം 9ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്നതിനാൽ ഈ വർഷം അനുകൂലമായ ഒരു സമയമാണ് ഈ രാശിക്കാർക്ക്. പ്രജ്ഞാമേധ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്രമാർത്ഥ തനൂജ എന്നാണ് പ്രമാണശാസ്ത്രം പറയുന്നത്. പ്രജ്ഞയ്ക്കും ബുദ്ധിക്കും ശക്തിക്കും മേധസ്സിനും എല്ലാം അനുകൂലമായ ഒരു സമയം കന്നിക്കൂറുകാർക്കുണ്ട്. എന്നാൽ ഗോചരവശാൽ കന്നിരാശിയിൽ നിൽക്കുന്ന കേതു, സാധാരണ രാഹു കേതുക്കൾ 1.5 വർഷം കൂടുമ്പോഴാണ് രാശി മാറുന്നത്. ഗോചരരാശി അത്തത്തിൻ്റെ കന്നിക്കൂറിൽ കേതു നിൽക്കുന്നത് കൊണ്ട് ശാരീരികമായ അസ്വസ്ഥതകൾ വന്നു ഭവിക്കാം. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള് തുടങ്ങിയ രോഗങ്ങളുള്ളവർ അത് നിയന്ത്രിക്കേണ്ടതാണ്. രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റം ഈ വർഷത്തിൽ തന്നെ ഉണ്ട്. 9ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന വ്യാഴം കൊണ്ട് കീർത്തി, ജ്ഞാനം, ഉദ്യോഗലബ്ധി, വസ്ത്ര ആഭരണ ലാഭം, കമ്പനി ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ധനവരവ്, നിധി ദ്രവ്യ വസ്തുക്കൾ, ലോട്ടറി കൊണ്ട് ധനം ഉണ്ടാകുക, ഇതെല്ലാം കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് ഈ വർഷം. എന്നാൽ രാഹു 7ാമിടത്ത് ദൃഷ്ടി ചെയ്യുന്നതിനാൽ സർപ്പസംബന്ധമായ രാഹുവിൻ്റേതായ ചില ദോഷങ്ങൾ അവർക്ക് വന്നു ചേരാനിടയുണ്ട്. രാഹുദോഷം മാറ്റുന്നതിനും ദേഹസുഖങ്ങൾ ഉണ്ടാകുന്നതിനും മറ്റ് ദോഷദുരിത കലകളെ ശരീരത്തിൽ നിന്നും മാറ്റുന്നതിനും ദുർഗാദേവിക്ക് വെളുത്ത പുഷ്പം കുങ്കുമത്തിൽ തൊട്ട് കുങ്കുമാർച്ചനയും, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ത്രിപുരസുന്ദരി മന്ത്രാർച്ചന തുടങ്ങിയ വഴിപാടുകൾ ചെയ്യേണ്ടതാണ്.
വനമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, സൈനിക സേവകർക്ക്, പ്രത്യേകിച്ചും പോലീസ്, പട്ടാളം തുടങ്ങിയ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മെഡലോ ഉദ്യോഗലബ്ധി ഇതെല്ലാം ഈ വർഷം ഉണ്ടാകുന്നതാണ്. വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് 1200 ആണ്ട്. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിര, അര, ചോതി, വിശാഖത്തിൽ മുക്കാലാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രം. ചിത്തിര, അര, ചോതി, വിശാഖത്തിൽ മുക്കാൽ. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം പൊതുവെ ദോഷഫലമാണ്. സർവ്വവിധ ഗ്രഹപ്പിഴകളും തുലാക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഷ്ടമാധിപത്യം വഹിച്ച് വ്യാഴം, ജന്മരാശിയുടെ 12ാം ഭാവാധിപത്യം വഹിച്ച് കേതു, രാഹു മീനൻ രാശിയിൽ നിൽക്കുന്നത് ഈ കൂറുകാർക്ക് പൊതുവെ ദോഷഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ദുരിതങ്ങൾ, വിവാഹബന്ധങ്ങൾ, വിവാഹം ചെയ്തവർക്ക് വിവാഹ ബന്ധങ്ങൾ വഷളാകുക, സന്താനങ്ങൾക്ക് ക്ലേശം, കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അതിൽ നിന്നും വിഷമകരമായ അവസ്ഥ, ദോഷം, മാതാപിതാക്കൾക്ക് ഗ്രഹപ്പഴ സാന്നിധ്യം, വ്യക്തിക്കും അതേ രീതിയിലുള്ള ഗ്രഹപ്പഴകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ കൂറുകാർക്ക്. അഷ്ടമത്തിലെ വ്യാഴം സർവ്വവിധ തടസ്സങ്ങളും ഈ കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ദശാസന്ധി, അതായത് ഈ കൂറിൽ വരുന്ന ചോതി നക്ഷത്രം ദശാനാഥൻ രാഹുവാണ്. വിശാഖത്തിന് ദശാനാഥൻ വ്യാഴമാണ്. ചിത്തിരയ്ക്ക് ദശാനാഥൻ ചൊവ്വയാണ്. അതിൽ ഈ ദോഷങ്ങൾ ഭവിച്ച് വരുമ്പോൾ രാഹുവിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾക്ക് ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണം ചെയ്യുമെങ്കിലും മറ്റ് 2 നക്ഷത്രക്കാർക്കും രാഹുവിൻ്റെ ദോഷം പ്രതികൂലമായി ബാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾ തിരികെ നാട്ടിലെത്താനും ധന വ്യയമുണ്ടാകാനും രോഗദുരിതങ്ങൾ വ്യക്തിയെ ബാധിക്കാനും ഇടയാകും. അഷ്ടമത്തിലെ വ്യാഴം മൂകത, വ്യക്തിക്ക് ബുദ്ധിമുട്ടുകൾ, ആശുപത്രി വാസം, രാഹുവിൻ്റെ സർപ്പസംബന്ധമായ ദോഷങ്ങൾ ഇവയെല്ലാം വന്നു ചേരുന്നതാണ്. കഴിവതും കൂട്ടുകൂടിയുള്ള യാത്ര, പ്രത്യേകിച്ചും ഉല്ലാസയാത്രകൾ, രാത്രി സഞ്ചാരം ഇവയെല്ലാം കുറയ്ക്കേണ്ടതാണ്. വ്യാഴമാറ്റം ഉണ്ടാകുന്ന സമയം വരെയും മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ ഭഗവാനെയോ പ്രാർത്ഥിക്കുക. ശ്രീ മഹാവിഷ്ണുവിന് പാൽപായസം, ഭാഗ്യസൂക്താർച്ചന, തുളസിമാല വഴിപാട് ചെയ്യുകയും രാഹു ദോഷം മാറുന്നതിന് വേണ്ടി സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുകയും ഉറ്റ്, മഞ്ഞൾ, മുട്ട നടയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും സർപ്പസൂക്തം പുഷ്പാഞ്ജലി ചെയ്യുകയും കുടുംബത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് സർപ്പക്ഷേത്രങ്ങൾ ദർശിക്കുകയും
സർപ്പക്കാവുകളിൽ നിലവിളക്ക് കത്തിക്കുകയും ചെയ്യേണ്ടതാണ്. അടുത്ത കൂറ് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ കാൽപാദവും അനിഴം കേട്ട നക്ഷത്രം, വിശാഖത്തിൻ്റെ കാൽപാദവും അനിഴം കേട്ട നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. രാശിനാഥൻ ചൊവ്വായും ഭൂമിയുടെ കാരകനുമാകുന്ന ചൊവ്വ, വ്യാഴം 7 നിൽക്കുന്നത് പൊതുവെ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഉളവാക്കുന്നത്. 7 വ്യാഴവും 4 നിൽക്കുന്ന ശനിയും, അതായത് 4 ശനി കണ്ടകസ്ഥാനത്തും 7 ഭാവാധിപത്യത്തിച്ച് വ്യാഴം നിൽക്കുകയും ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞാൽ ഗുണകരമായ കാര്യങ്ങൾ, വിവാഹ തടസ്സം നേരിട്ടവർക്ക് ഈ വർഷത്തിൽ തന്നെ സകലവിധ തടസ്സങ്ങളും മാറി വിവാഹത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് 7 വ്യാഴം ചെയ്യുന്നത്. അതിൻ്റെ പ്രമാണശാസ്ത്രം തന്നെ വിവാഹമതനാലോക ഭാര്യാഭർത്തൃ സമാഗമ എന്ന് പറയുന്ന പ്രമാണം വെച്ച് മുടങ്ങിക്കിടന്നതായ വിവാഹങ്ങൾ അല്ലെങ്കിൽ ബന്ധം വേറുപെട്ട് നിന്ന വിവാഹങ്ങൾ കൂട്ടി യോജിപ്പിക്കാനും ഭൂമി സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ, വസ്ത്രലാഭം, ആഭരണലാഭം, ഭൂമിലാഭം, ക്രയവിക്രയങ്ങളുടെ കാര്യത്തിൽ അത് ഏത് കച്ചവടമായാലും ക്രയവിക്രയ സാന്നിധ്യം എല്ലാം അനുഭവമായി വന്നു ഭവിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ 4 നിൽക്കുന്ന ശനി കണ്ടകസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ രാശിയിൽ വരുന്ന അനിഴം നക്ഷത്രത്തിന് ശനിയുടേതായിട്ടുള്ള വലിയ കാഠിന്യം ഉണ്ടാകത്തില്ല. മറ്റ് 2 നക്ഷത്രങ്ങൾക്കും, അതായത് വിശാഖത്തിൽ കാലിനും തൃക്കേട്ട നക്ഷത്രത്തിനും ശനിയുടെ ദോഷം ഏകദേശം ബാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായ ഉപകരണങ്ങൾ ലഭിക്കുക, ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുക, വസ്ത്രം, വാഹനം, ഗൃഹനിർമ്മാണം തുടങ്ങിയവയുടെ കാര്യത്തിൽ ഉന്നതി ഉണ്ടാകുക, ഇതെല്ലാം ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ്. കണ്ടകസ്ഥാനത്ത് 4 നിൽക്കുന്ന ശനി ചില സാഹചര്യത്തിൽ ഭവനം നിർമ്മിക്കുന്നതായ തടസ്സങ്ങൾ, അതായത് ഭവനം ഈ വർഷം പൂർത്തിയാക്കാൻ സാധിക്കാതെ വരിക, സാമ്പത്തികമായിട്ടും അല്ലറ ചില്ലറ തടസ്സങ്ങൾ, വസ്ത്രം, ആഭരണകാരകനാകുന്ന ശുക്രൻ്റെ രാശിപ്പകർച്ച അനുസരിച്ച് ഈ നക്ഷത്രക്കാർക്ക് വസ്ത്രസംബന്ധമായ ലാഭങ്ങളും സ്വർണ്ണാഭരണങ്ങളുടെ ലാഭങ്ങളും പണയം പോയ മുതലുകൾ തിരിച്ചെടുക്കാനും പറ്റുന്ന ഒരു കാലയളവ് കൂടിയാണിത്. കണ്ടകസ്ഥാനത്ത് നിൽക്കുന്ന ശനിക്ക്, പ്രത്യേകിച്ച് വൃശ്ചികക്കൂറുകാർക്ക് ശനിക്ക് പരിഹാരമായി, 4 നിൽക്കുന്ന ശനിക്ക് പരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വടമാല, വെറ്റമാല, സീതാഗായത്രി, രാമഗായത്രി എന്നീ മന്ത്രങ്ങൾ കൊണ്ട് അർച്ചനയും ചെയ്യേണ്ടതാണ്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, നെയ്വിളക്ക്, കൂടാതെ ശനിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ ഉത്തമകരമായ കാര്യമാണ്. അടുത്തത് ധനുരാശിയാണ്. ഉത്രാടത്തിൻ്റെ കാൽപാദം, മൂലം, പൂരാടം നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്നത്. ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ധനുരാശിയുടെ 6 ഭാവാധിപത്യം വഹിച്ചാണ് വ്യാഴം നിൽക്കുന്നത്. ധനുരാശിയുടെ 4 രാഹുവും 6 വ്യാഴവും പൊതുവെ ക്ലേശകരമായ ഒരു സമയമാണ്. 4 നിൽക്കുന്ന രാഹു ഭവനവുമായി ബന്ധപ്പെട്ട് കുടുംബക്കാവുകളോ സർപ്പസംബന്ധമായ ക്ഷേത്രങ്ങളോ ഉള്ള വ്യക്തികൾ തീർച്ചയായിട്ടും പരിഹാരം ചെയ്തു പോകേണ്ടതാണ്. 6 വ്യാഴം രോഗദുരിതങ്ങൾ, കഷ്ടപ്പാട്, അലസത, മന്ദത ഇതെല്ലാം ഈ വർഷം അവർക്കുണ്ടാകാൻ ഇടയാക്കുന്നുണ്ട്. തസ്കരാരാദി വിഘ്നാധി ആദിവ്യാധിച്ച ധനക്ഷതി എന്നാണ് പ്രമാണം പറയുന്നത്. ചോരഭയം, തസ്കരന്മാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, പണയത്തിലിരിക്കുന്ന ഉരുപ്പടികൾക്ക് നഷ്ടം, ധനവ്യയം എന്നിവ ഈ കൂറുകാർക്ക് പൊതുവെ ഉണ്ടാകുന്നതാണ്.
നാലാമിടത്ത് എന്ന് പറയുമ്പോൾ കുടുംബസാന്നിധ്യമാണ്. കുടുംബസംബന്ധമായി നാഗങ്ങളുടെ ഉപദ്രവം ഉണ്ടാകാനും നാഗദോഷം ഭവിക്കാനും ഇടയുണ്ട് ഈ നക്ഷത്രക്കാർക്ക്. ഈ നക്ഷത്രക്കാർ, ഈ രാശിക്കാർ തീർച്ചയായിട്ടും സർപ്പസൂക്തം പുഷ്പാഞ്ജലി ചെയ്യുകയും സർപ്പക്ഷേത്രങ്ങളോ സർപ്പക്കാവുകളിലോ ദർശനം ചെയ്ത് പുണ്യം നേടേണ്ടതാണ്. അമിതമായ ഉത്കണ്ഠ, മനസ്സിന് ചഞ്ചലാവസ്ഥ തുടങ്ങിയവ ഈ കൂറുകാർക്ക് ഉണ്ടാകും. ധനുക്കൂറുകാർ കാര്യതടസ്സങ്ങൾക്ക് ഗണപതി ഭഗവാന് കറുകമാല ചാർത്തുകയും വെള്ളിയാഴ്ച വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനമോ ദേവീക്ഷേത്ര ദർശനമോ ചെയ്യേണ്ടതാണ്. ഗണപതി ഹോമത്തിൽ മുക്കൂറ്റിയോ കറുകയോ പാൽപായസത്തിൽ മുക്കി സമ്മോഹനം, രാജഗോപാലം, ശ്രീവശ്യം, ശ്രീസൂക്തം എന്നീ മന്ത്രങ്ങൾ കൊണ്ട് ഹോമിക്കേണ്ടതാണ്. അടുത്തതായിട്ട് മകരക്കൂറാണ്. ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ അരഭാഗമാണ് മകരൻ രാശിയിൽ വരുന്നത്. ഈ കൂറുകാർക്ക് ഏഴര ശനിയുടെ അവസാന കാലഘട്ടമാണ്. ശനി കുംഭൻ രാശി 2-ൽ സഞ്ചരിക്കുന്നു. വ്യാഴം 5-ാം ഭാവാധിപത്യം വഹിച്ച് ഇടവക്കൂറിൽ നിൽക്കുന്നു. പൊതുവെ ഭാഗ്യം, ധർമ്മം, ദയാപുണ്യം, തപസ്താത സുതാത്മജ എന്നുള്ള പ്രമാണശാസ്ത്രത്തിൽ ഈ കൂറുകാർക്ക് പൊതുവെ ഭാഗ്യ അനുഭവങ്ങളുടെ കാലഘട്ടമാണ്. ഏഴര ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ, കുംഭൻ രാശിയിൽ ശനി നിൽക്കുന്നതിനാൽ ഈ നക്ഷത്രക്കാരുടെ രണ്ടാമിടത്ത് കൂടിയാണ്. ശനിയുടെ വലിയ ദോഷങ്ങൾ ഇല്ലെങ്കിലും 3-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു, മകരക്കൂറിൻ്റെ 3-ാം ഇടത്താണ് രാഹു നിൽക്കുന്നത്. വർഷത്തിൻ്റെ പകുതിയാകുമ്പോഴത്തേക്കിന് രാഹുവിന് മാറ്റമുണ്ടാകും. ഏതായാലും ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടത്തിൻ്റെ അരപാദവും വരുന്ന ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ ഒരു അവസ്ഥയാണ് ഈ വർഷം. വാഹനം വാങ്ങിക്കുന്നതിനും ഭവന സംബന്ധമായ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനും ഭൂമി വാങ്ങിക്കുന്നതിനും ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനും കൃഷി സംബന്ധമായ ലാഭം ഉണ്ടാകുന്നതിനും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഈ വർഷം പൊതുവെ ഈ നക്ഷത്രക്കാർക്കുള്ളത്. ഏഴര ശനി കാലഘട്ടത്തിന് മുൻവർഷങ്ങൾ ചെയ്തതുപോലെ ഹനുമാൻ സ്വാമിക്ക് വടമാല, ഹനുമാൻ സ്വാമിക്ക് വെറ്റമാല, അയ്യപ്പന് നീരാഞ്ജനം, നെയ്വിളക്ക് എന്നിവ തെളിയിക്കുകയും വേണം. പഠിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും വിഷ്ണുനടയിലോ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലോ ഭഗവാന് വിദ്യാരാജഗോപാല മന്ത്രാർച്ചന ചെയ്യുകയും വേണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിജയം, തൊഴിൽ മേഖലയിൽ ബന്ധപ്പെടുന്നവർക്ക് ഉന്നത ലബ്ധി, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷൻ തുടങ്ങിയവ ഈ വർഷത്തിൽ ഇവർക്ക് അനുകൂലമായ സാഹചര്യമാണ്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ. അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. കുംഭക്കൂറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശനി കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്ന കാലമാണ്. കുംഭക്കൂറുകാർക്ക് ഏഴര ശനി കാലഘട്ടം ഉണ്ട്. എന്നാൽ വേറൊരു ഭാഗ്യമെന്ന് പറയുന്നത് കുംഭക്കൂറുകാരുടെ 4-ാം ഇടത്തിലൂടി വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. രാഹു 2-ാം ഭാവാധിപത്യം വഹിച്ചും നിൽക്കുന്നു. പൊതുവെ കുംഭക്കൂറുകാർക്ക് ഈ വർഷം സമാധാനപരമായ ഒരു സന്ദർഭമാണ് കാണുന്നത്. 2-ാം ഇടത്ത് നിൽക്കുന്ന രാഹു വലിയ ദോഷം ചെയ്യത്തില്ല. ഏഴര ശനി ചതയത്തെ വലുതായിട്ട് ബാധിക്കത്തില്ലെങ്കിലും ഏഴര ശനി നിൽക്കുന്ന രാശി, ശനി നിൽക്കുന്ന രാശി കുംഭക്കൂർ ആയതുകൊണ്ട് പൊതുവെ ശനിയുടെ ദോഷം കുറവാണ്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു, 4-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം, സർവേശ്വരനാകുന്ന വ്യാഴത്തിൻ്റെ സാന്നിധ്യം 4-ാം ഇടത്ത് നിൽക്കുന്നതുകൊണ്ട് പണി പൂർത്തിയാകാത്ത കെട്ടിടത്തിൻ്റെ പണികൾ പൂർത്തിയാകാനും മുടങ്ങിക്കിടന്നതായ പല ഭാഗങ്ങളുടെയും
തടസ്സങ്ങൾ മാറാനും മാതൃസ്നേഹവും സുഹൃത്തുക്കളുടെ സ്നേഹവും വാത്സല്യവും സന്താനങ്ങളെ കൊണ്ട് സൽകീർത്തിയും ഉണ്ടാകുന്ന സമയമാണ്. ശനിദോഷ പരിഹാരം തീർച്ചയായും ചെയ്യണം. കുംഭക്കൂറുകാർ അയ്യപ്പന് നീരാഞ്ജനം, ചുവന്ന തെറ്റിപ്പൂവ് കൊണ്ട് മാല, അർച്ചന, അയ്യപ്പന് എള്ളുപായസം മുതലായ വഴിപാട് ചെയ്യുകയും ദുർഗാക്ഷേത്രത്തിൽ മാസം തൊഴുത് ദുർഗാദേവിക്ക് വെളുത്ത പുഷ്പം കൊണ്ടുള്ള മാല, അർച്ചന, രക്തപുഷ്പാഞ്ജലി തുടങ്ങിയവ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കണം. അടുത്തതായി മീനക്കൂറിൻ്റെ രാശിഫലമാണ്. പൂരുട്ടാതി, കാൽപാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഏഴരശനി തുടരുന്ന കാലഘട്ടവും 3-ലെ വ്യാഴം അതീവ ഗ്രഹപ്പഴ സമയവുമാണ്. 3-ലെ വ്യാഴത്തെ നമ്മൾ മുറവിളി കൂട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പൂരുട്ടാതി, കാൽപാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് 3-ലെ വ്യാഴവും ഏഴരശനിയും ഉള്ളതിനാൽ ദോഷം കൂടുതലായിട്ടുള്ള സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. വ്യവഹാരങ്ങളിൽ തകർച്ച, ദാമ്പത്തികമായിട്ടുണ്ടാകുന്ന കലഹങ്ങൾ, ശാരീരിക ക്ഷീണം, പ്രത്യേകിച്ച് ശനി ഏഴരശനിയായിട്ട് കുംഭൻ രാശിയിൽ നിൽക്കുന്നതിനാൽ നാഡീഞരമ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദോഷഫലങ്ങൾ, നയനങ്ങൾക്ക് കണ്ണിന് സുഖമില്ലാത്ത അവസ്ഥ, രാഹു മീനൻ രാശി നിൽക്കുന്നതിനാൽ ഓപ്പറേഷൻ സംബന്ധമായ അവസ്ഥകൾക്കും ഇട നൽകുന്നതാണ്. ഈ നക്ഷത്രക്കാർ തീർച്ചയായിട്ടും മഹാവിഷ്ണു പ്രീതി വരുത്തണം. മഹാവിഷ്ണു ഭഗവാന് തുളസിമാല, പാൽപ്പായസ നേദ്യം, തൃക്കൈ വെണ്ണ തുടങ്ങിയ പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ദോഷ ദുരിതത്തിൽ നിന്നും കരകയറേണ്ടതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന, ഭാഗ്യസൂക്താർച്ചന, ഹനുമാൻ സ്വാമിക്ക് വെറ്റമാല, വടമാല, ശ്രീരാമഗായത്രി മന്ത്രം കൊണ്ട് അർച്ചന തുടങ്ങിയവ ചെയ്യേണ്ടതാണ്. 1200-ാം ആണ്ട് രാശിഫലം അല്ലെങ്കിൽ കൂറുഫലം പറഞ്ഞതനുസരിച്ച് ജഗദീശ്വരൻ എല്ലാ വ്യക്തികൾക്കും ഈശ്വരാംശം ഉണ്ടാക്കിത്തരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം പൊതുവെ ദോഷങ്ങളുള്ള നക്ഷത്രങ്ങളുടെ കൂറുഫലങ്ങൾ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ഇടവൻ രാശിയിൽ വരുന്ന രോഹിണിയും മകേരത്തരയും, തുലാക്കൂറിൽ വരുന്ന ചോതി, വിശാഖം നക്ഷത്രക്കാർക്കും, മീനക്കൂറിൽ വരുന്ന രേവതി, പൂരുട്ടാതി, ഉത്രട്ടാതിക്കാർക്കും പൊതുവെ ദോഷഫലം തന്നെയാണ് കാണുന്നത്. രോഹിണി നക്ഷത്രത്തിനും ഇടവക്കൂറിൽ വരുന്ന മറ്റു നക്ഷത്രങ്ങൾക്കും കണ്ടകസ്ഥാനത്ത് ശനി നിൽക്കുകയും തുലാക്കൂറിൽ വരുന്ന വിശാഖം, ചോതി, ചിത്തിര നക്ഷത്രക്കാർക്ക് അഷ്ടമവ്യാഴവും, മീനക്കൂറിൽ വരുന്ന രേവതി, പൂരുട്ടാതി, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 3-ലെ വ്യാഴവുമാണ്. വ്യാഴം ബലവാനല്ലെങ്കിൽ, അതായത് ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോഴും നാളുകൾ നോക്കുമ്പോഴും ഒരു വ്യക്തിയുടെ ജാതകം പരിശോധിക്കുമ്പോഴും വ്യാഴത്തെ കൊണ്ട് നമുക്ക് ബലമില്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ ബലം പരിശോധിച്ചപ്പോൾ ആ ഗ്രഹങ്ങൾക്ക് ബലം കൂടുതലാണെങ്കിൽ പോലും വ്യാഴത്തിന് ബലമില്ലെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ കുറേയേറെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. സർവശക്തനായ വ്യാഴം ഗ്രഹനിലപ്രകാരമോ ഗോചരം ചിന്തിക്കുമ്പോഴോ ഒരു വ്യക്തിയുടെ ജനന സമയം എടുത്ത് ഗ്രഹനില ചിന്തിക്കുമ്പോഴോ വ്യാഴം ബലവാനാണെങ്കിൽ ആ വ്യക്തിക്ക് പൂർണ്ണമായും ദൈവാധീനമില്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും ദൈവാധീനം കാണും. ജാതകത്തിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ. നമ്മൾ കൂറുഫലം ചിന്തിക്കുമ്പോൾ, വർഷഫലം ചിന്തിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം, മറ്റ് ഗ്രഹങ്ങളുടെ ഗതി, വക്രഗതി
പ്രത്യേകിച്ച് ചൊവ്വാഗ്രഹത്തിൻ്റെ നിലനിൽപ്പ് ഇതെല്ലാം നോക്കി പരിശോധിച്ചാൽ നമുക്ക് 48 ദിവസത്തോടു കൂടി ചൊവ്വാഗ്രഹം മാറുന്നതാണ്. പിന്നെ ബുധൻ്റെ സഞ്ചാരം, ചന്ദ്രൻ 2.25 ദിവസം കൊണ്ട് രാശി വിട്ടു മാറുന്നു. ഇതെല്ലാം പരിശോധിച്ചാണ് ഒരു വ്യക്തിയുടെ ദൈവാധീനം എടുക്കുന്നത്. പക്ഷേ ജാതകത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ജനനം തൊട്ട് മരണം വരെയും ആ വ്യക്തിയുടെ ജാതകത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അപ്പോൾ സർവേശ്വരനാകുന്ന വ്യാഴം ദോഷരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ എപ്പോഴും സർവ്വസമയവും ആ ഗ്രഹത്തിന് വ്യാഴപ്രീതി നമ്മൾ വരുത്തിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ പറഞ്ഞ നക്ഷത്രമായ രോഹിണി, മകയിരം, അതായത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രം, തുലാക്കൂറിൽ വരുന്ന നക്ഷത്രം, മീനക്കൂറിൽ വരുന്ന നക്ഷത്രം, ഈ നക്ഷത്രക്കാരെല്ലാം തന്നെ അവരുടെ ദേശദേവതയെ വണങ്ങുക, പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും പോകുക, സത്കർമ്മങ്ങളിൽ പങ്കെടുക്കുക. അന്നദാനം മഹാദാനമെന്നാണ് പറയുന്നത്. സർവ്വദാനങ്ങളിലും മഹാദാനം അന്നദാനമാണ്. അന്നദാനത്തിന് ശക്തിക്കൊത്ത അവരാൽ കഴിയുന്ന വഴിപാട് അന്നദാനത്തിൻ്റെ ഭാഗമാകാൻ കഴിയണം. സർവേശ്വരനാകുന്ന ജഗദീശ്വരൻ, മഹാമായ പരാശക്തിയായ അമ്മ, സാക്ഷാൽ ഗുരുവായൂർ കണ്ണൻ, ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.